ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ ചാപ്റ്റർ മാറ്റത്തിന്റെ പൊരുൾ, ദ എസെൻസ് ഓഫ് ചേഞ്ച്. നമ്മുടെ ഓണപരീക്ഷയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണെന്ന്. അതിൽ ഓരോ സെന്റൻസിൽ നിന്ന് പോലും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പാകത്തിലുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് മാറ്റത്തിന്റെ പൊരുൾ. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ നമ്മൾ പഠിക്കുന്നത് ഓരോ പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് ഊർജം ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ്. അതായത് ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ പ്രവൃത്തികളും നടക്കുകയുള്ളൂ. അപ്പൊ എന്ത് പ്രവൃത്തി നടക്കുകയാണെങ്കിലും അതിന് പിന്നിൽ പല ഊർജങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ആ ഊർജ രൂപങ്ങൾ മറ്റ് പല ഊർജ രൂപങ്ങളായി മാറുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ആ ഊർജത്തിന് രൂപമാറ്റം സാധ്യമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? ഒരു ബൾബ് കാണുന്നുണ്ടല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു കുറച്ച് ചിത്രം വരയ്ക്കാണ്. ഇതാ ഞാൻ ഇങ്ങനെ വരച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ബൾബ് പ്രകാശിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് എന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബൾബ് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രകാശിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾക്കറിയാം, ബൾബ് കത്തണമെങ്കിൽ എന്ത് ഊർജം ആവശ്യമാണ്? വൈദ്യുതോർജം ആവശ്യമാണ്. ഈ വൈദ്യുതോർജം ബൾബ് കത്തുന്നതോടുകൂടി എന്തായിട്ട് മാറുകയാണ്? പ്രകാശോർജമായിട്ട് മാറുകയാണ്. പക്ഷേ മിസ്സിന്റെ ചോദ്യം, ഇവിടെ പ്രകാശോർജം മാത്രമാണോ ഉണ്ടാവുന്നത്? നോക്കിക്കേ, നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ബൾബ് പ്രകാശിക്കുമ്പോൾ പ്രകാശോർജം മാത്രമാണോ ഉണ്ടാകുന്നത്? ഈസ് ലൈറ്റ് എനർജി ദ ഓൺലി ഫോം ഓഫ് എനർജി റെഡ്യൂസ്ഡ് വെൻ എ ബൾബ് ക്ലോസ്? ആണോ മക്കളെ? അല്ല അല്ലെ. ബൾബ് കത്തുന്ന സമയത്ത് അവിടെ എന്തുകൂടെ ഉണ്ടാവുന്നുണ്ട്? പ്രകാശോർജത്തിനോടൊപ്പം തന്നെ താപോർജം, ദാറ്റ് മീൻസ് ഹീറ്റ് എനർജി അല്ലെ. ഹീറ്റ് എനർജി ഓൾസോ പ്രൊഡ്യൂസ്ഡ്. അവിടെ എന്തുകൂടെ ഉണ്ടാവുന്നുണ്ട്? ഹീറ്റ് എനർജി കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ നിങ്ങള്. ഇതെന്താ കാണുന്നത്? പടക്കം പൊട്ടുന്നതാണ് അല്ലെ. ക്രാക്കർ ഈസ് ബേർസ്റ്റിംഗ്. പടക്കം പൊട്ടുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലെ. ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കാറുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, പടക്കം പൊട്ടുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള ഊർജ രൂപങ്ങളാണ് ഉണ്ടാകുന്നത്? അപ്പൊ നിങ്ങൾ ആലോചിച്ചേ, പടക്കം പൊട്ടുന്നു, ഏതൊക്കെ ഊർജ രൂപങ്ങൾ ഉണ്ടാവുന്നുണ്ട്? ആദ്യം തന്നെ നമുക്കറിയാം അല്ലെ, പ്രകാശോർജം. നമുക്ക് എന്ത് പറയാം? ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി ഉണ്ടാവുന്നുണ്ട്. ലൈറ്റ് എനർജി മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല അല്ലെ. പടക്കങ്ങളൊക്കെ പൊട്ടുന്ന സമയത്ത് നമുക്ക് പൊള്ളൽ വരെ ഏൽക്കാറുണ്ട് അല്ലെ. സാധാരണ കെയർഫുൾ അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊള്ളൽ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഹീറ്റ് എനർജി, അതായത് താപോർജം. ഇനി ഇത് രണ്ടും മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല. എന്താണ്? അപ്പുറത്ത് പടക്കം പൊട്ടിച്ചാൽ നമ്മൾ ഇവിടെ വരെ കേൾക്കുന്നുണ്ട് അല്ലെ. അതിന് കാരണം എന്താ? സൗണ്ട് എനർജി. ശബ്ദവും എന്താണ്? ഒരു ഊർജ രൂപമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൗണ്ട് എനർജി അഥവാ ശബ്ദോർജം അല്ലെ. ഇത് മൂന്നുമാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മളോട് ചോദിക്കുകയാണ്, ഫോംസ് ഓഫ് എനർജി വി മേക്ക് യൂസ് ഓഫ്. അതായത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം അല്ലെ. ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം ഏതാണ്? ഉപയോഗപ്പെടുത്തുന്ന ഊർജ്ജരൂപം നിങ്ങൾക്കറിയാം അല്ലെ. നമ്മൾ എന്തായാലും പടക്കം പൊട്ടുന്നത് ചൂട് കിട്ടാനല്ല അല്ലെ, പൊള്ളലേൽക്കാനല്ല. പക്ഷെ ലൈറ്റ് എനർജി, പ്രകാശം അല്ലെ. നമ്മൾ ഈ പത്താപ്പൂ ഒക്കെ കത്തിക്കുമ്പോൾ നന്നായിട്ട് പൊത്തുന്ന കാണലില്ലേ? അപ്പൊ അതെന്താണ്? ലൈറ്റ് എനർജിയാണ് അല്ലെ. അതോടൊപ്പം തന്നെ പടക്കം പൊട്ടിക്കുന്ന എന്തിനാ? സൗണ്ട് കേൾക്കാനല്ലേ. അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ലൈറ്റ് എനർജിയും അതേപോലെ തന്നെ എന്താണ്? സൗണ്ട് എനർജി അല്ലെ. ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ഇത് എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ എക്സാമിന് ചോദിക്കുക. അപ്പൊ മറക്കാതെ ഇത് നല്ലപോലെ പഠിച്ചു വെക്കുക. അപ്പൊ അത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ലവ് യു ഓൾ. ബൈ ബൈ.